പള്ളികളിൽ, എല്ലാ പള്ളികളിലും ഒരു മതത്തിനെയല്ല പറയുന്നത്, എല്ലാ മതങ്ങളുടെയും പള്ളികൾ ഇതെല്ലാം പെടും. അവിടെ പുരോഹിതന്മാർ, എല്ലാ മതങ്ങൾക്കും പുരോഹിതന്മാരുണ്ട്. അവർ അവരവരുടേതായ മതങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് സംസാരിച്ച്, അതായത് പ്രസംഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. അവർ പല ഉദാഹരണങ്ങളും കൂട്ടിച്ചേർക്കുന്നു. ഉദാഹരണങ്ങൾ പറഞ്ഞുണ്ടാക്കി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും കണ്ടതും കേട്ടതും അവർ സ്വപ്നം കാണുന്നതും അവർ ചിന്തിച്ച് നടക്കുന്ന എല്ലാ സങ്കല്പങ്ങളും ഭാവനകളും എല്ലാം ജനങ്ങളിലേക്ക് പറഞ്ഞു ഏൽപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരിക്കലും അവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്ന മതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പിന്തിരിയാതെ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഉള്ള എല്ലാ വക്രബുദ്ധിയും ഏത് തരത്തിൽ അവരെ പിടിച്ചു നിർത്താമോ ഒരു തരത്തിലും മാറിപ്പോകാതിരിക്കാൻ സോഷ്യൽ മീഡിയകൾ വഴിയോ മറ്റേതെങ്കിലും വഴി കേൾക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കി അവർ മാറാതിരിക്കാൻ വേണ്ടി ഇക്കൂട്ടർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ പല ഉദാഹരണങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും, ആ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തിക്കും. ഏത് കാരണവശാലും അവർ നേരായ വഴി ചിന്തിക്കരുത്, സത്യം കണ്ടുപിടിക്കരുത്. സത്യം കണ്ടുപിടിച്ച് അവർ നിൽക്കുന്ന അവരുടെ സ്ഥാപനത്തിലെ എണ്ണം കുറയരുത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും. അവരെ മനുഷ്യരെ ഫ്രീ ആയിട്ട് വിടുന്നില്ല. നിങ്ങൾ സത്യം കണ്ടുപിടിക്കൂ. ഏതോ കാലത്ത് 1000-10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായിരിക്കാനില്ലാത്തതാകാം, കഥകളാകാം, ഭാവനകളാകാം, സങ്കല്പങ്ങളാകാം. എന്തായാലും ഇരുളിൻ്റെ കാലത്ത് നടന്ന ആ അനാചാരങ്ങൾ ഈ 5000-10,000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നിലനിൽക്കുന്നു. അത് ശരീരം കണ്ടുപിടിച്ച് മനുഷ്യൻ വളർന്ന് ഉന്നതമായ കാര്യങ്ങളിലെത്തി. സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഒരു ശരീരം എത്ര വർഷം പഴക്കമുണ്ടെന്നും അതിൽ നിന്ന് കിട്ടുന്ന എല്ല് കഷ്ണം എത്ര വർഷം പഴക്കമുണ്ടെന്നും കണ്ടുപിടിക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയത്ത് അവന് നേരായ വഴി ചിന്തിക്കാൻ ഇക്കൂട്ടർ വിടുന്നില്ല. ചിന്തിച്ചു നോക്ക് സ്വയം, ശരിയല്ലേ? നിങ്ങളെ ഇല്ലാതാക്കുന്നത് ആരാണ്? ഇക്കൂട്ടരല്ലേ നിങ്ങളെ ഇല്ലാതാക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കുക, സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് ഞാൻ വിട്ടുനിന്നിരിക്കുന്നു. ഞാനിവിടെ ഇതിനെ അവസാനിപ്പിക്കുന്നു. പിന്നൊരു വീഡിയോയിൽ ഞാൻ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.